മത്സരാർത്ഥികളുടെ അമിതമായ സദാചാര ബോധം കൊണ്ട് ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ 7. ആര്യനും ജിസേലിനുമെതിരായി പുതപ്പിനടിയിൽ ചുംബിച്ചു എന്നാണ് ജിഷിനും മസ്താനിയും അനുമോളും ഉൾപ്പെടുന്നവർ ആരോപിക്കുന്നത്. എന്നാലോ ജിഷിനോ മസ്താനിക്കോ ഇക്കാര്യം നടന്നെന്ന് യാതൊരു ഉറപ്പുമില്ല. അനുമോൾ ഇങ്ങനെ സംഭവിച്ചെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരും വരായ്മകളെക്കുറിച്ച് ഓർക്കാതെ യാതൊരു മനസാക്ഷി കുത്തുമില്ലാതെ വിളിച്ചു പറയുന്നു. എല്ലാവർക്കും ഗെയിമാണിത്, ജയിക്കണം, അതുമാത്രം. ഹൗസിന് പുറത്ത് ഒരു സമൂഹമുണ്ട്. അവരിത് എങ്ങനെ എടുക്കും എന്ന ധാരണയുള്ളവരാണിവർ. ആരോപണം നേരിടുന്നവരുടെ ജീവിതത്തെ ഇത് ബാധിക്കും എന്ന അറിവുള്ളവർ. അറിഞ്ഞുകൊണ്ട് കളിക്കുന്ന ചീപ്പ് ഗെയിം. പ്രേക്ഷകരെയും റിവ്യൂവേഴ്സിനെയും ഒരുപോലെ അമ്പരപ്പിച്ച ഈ സംഭവം അതുപോലെ സ്ട്രീം ചെയ്ത ബിഗ് ബോസ് ടീമും സമ്മതിക്കണം. ഇത്രയും നാണം കെട്ട ഗെയിം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ നടന്നിട്ടില്ലെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. ആരോപണം നടത്തിയ അനുമോളും മസ്താനിയും ചേർന്ന് ആര്യനും ജിസേലും ചെയ്തത് അനുകരിച്ച് കാണിക്കുകയും ചെയ്തു. ജിസേലിന്റെ മുന്നിൽ വെച്ച് ജിസേൽ വസ്ത്രം ശരിയാക്കുന്നതുൾപ്പെടെ ജിഷിൻ അനുകരിക്കുന്നുണ്ട്. സഹിക്കാനാകാത്തത് മസ്താനിയുടെ ദ്വയാർത്ഥ കമന്റും പരിഹാസത്തോടെയുള്ള നോട്ടവുമാണ്. ഒരു സ്ത്രീക്കും പുരുഷനും നേരിടാവുന്ന അപമാനങ്ങളിൽ അങ്ങേയറ്റമാണ് ജിസേലിനും ആര്യനും നേരെ ഉണ്ടായിരിക്കുന്നത്. ആര്യൻ കരയുന്നുമുണ്ട്. പരമാവധി സംയമനത്തോടെ ഈ രംഗങ്ങളൊക്കെയും കണ്ടിരുന്ന ജിസേൽ ഒരു ഘട്ടത്തിൽ ദേഷ്യപ്പെടുന്നുമുണ്ട്. മത്സരാർത്ഥികൾ എന്നതിനപ്പുറം ജിഷിൻ, അനുമോൾ, മസ്താനി എന്നിവരുടെ നിലവാരമാണ് കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ കണ്ടത്. എങ്ങനെയാണ് ഇത്രയും മോശമായി ഇവർക്ക് പെരുമാറാൻ കഴിയുന്നത്? സീരിയലുകളിൽ കാണുന്ന വിഷം പേറുന്ന ചില കഥാപാത്രങ്ങളെ അതേപോലെ ആവാഹിച്ചെത്തിയവർ വ്യക്തി ജീവിതത്തിലും അങ്ങനെ തന്നെയാണെന്ന് കാണിച്ചു തരുന്നുവെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അത്യാവശ്യം അറിയപ്പെടുന്ന ആങ്കറാണ് മസ്താനി. യുവതലമുറയുടെ പ്രതിനിധി എന്നൊക്കെ അവകാശപ്പെടുന്നയാൾ. അവരാണ് ഒരു സ്ത്രീയെയും ചെറുപ്പക്കാരനെയും കുറിച്ച് ഉറപ്പില്ലാത്ത ഒരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഉന്നയിച്ച് അവരെ സമൂഹത്തിലിട്ടലക്കാൻ എറിഞ്ഞുകൊടുക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നുവെന്ന വാദം വന്നപ്പോൾ പരിഹസിക്കുകയും സെന്റിമെന്റൽ കാർഡാണെന്ന് പറഞ്ഞാണ് മസ്താനി വാദിക്കുന്നത്. താൻ കാരണം ബിഗ് ബോസ് വീട്ടിൽ ഇങ്ങനെയൊരു വൃത്തികെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായതിൽ സന്തോഷത്തിലാണ് മസ്താനി. പുറത്ത് അനുമോൾക്കുള്ള പിന്തുണയും ആര്യനുള്ള ഹേറ്റും മനസ്സിലാക്കിയാണ് മസ്താനി ഷോയിലേക്ക് വന്നതു തന്നെ. നേരത്തെ തന്നെ ഈ വിഷയം പുകയുന്നുണ്ടായിരുന്നു. ആര്യൻ ഇനിയും എന്നെ ചൊറിയാൻ വന്നാൽ ഇക്കാര്യം പരസ്യമായി പറയുമെന്ന് നൂറയോട് സംസാരിക്കുമ്പോഴും അനു പറയുന്നുമുണ്ട്. അനു തുടക്കം മുതൽ തന്നെ എന്നെ വളയ്ക്കാൻ നോക്കിയിരുന്നുവെന്നും അതിന് നിന്നു കൊടുക്കാത്തതുകൊണ്ടുള്ള അസൂയയാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് ആര്യൻ ജിഷിനോടും അക്ബറിനോടുമായി പറയുന്നതും കേൾക്കാം. ഇതിനിടയിൽ തന്നെയാണ് ആര്യൻ അനുവിന്റെ വീട്ടിലുള്ളവരെ വിളിച്ചെന്ന വിഷയവും ഉണ്ടാവുന്നത്. നീ കണ്ടത് എന്താണെന്ന് പറയാൻ ഷൈത്തിയും ആദിലയും ആവശ്യപ്പെടുമ്പോൾ ആര്യനെയും ജിസേലിനെയും പുതപ്പിനിടയിൽ മോശമായി കണ്ടു എന്നായിരുന്നു അനു പറഞ്ഞത്. ജിസേലും ആര്യനും പുതപ്പിനടിയിൽ നിന്നും ചുംബിക്കുന്നത് കണ്ടതായി മസ്താനിയും പറഞ്ഞു. ഇതോടെ എല്ലാവരും അനുമോളോട് കാര്യം അന്വേഷിക്കലായി. ഇവനും ഇവൾക്കും ലൈഫ് ഉള്ളതുകൊണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. എന്റെ ബെഡിൽ വന്നിരുന്നാൽ ഇവരുടെ ബെഡിൽ നടക്കുന്നത് എനിക്ക് കൃത്യമായി കാണാൻ സാധിക്കും. നിങ്ങൾ ബെഡിനകത്ത് കിടന്നുകൊണ്ട് കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് കാണിച്ചത്, അനുമോൾ പറഞ്ഞു. ഇതോടെ കള്ളം പറയരുതെന്നും പറഞ്ഞ് ആര്യൻ അനുമോളുടെ നേർ കടുക്കുന്നതും കണ്ടു. നല്ലൊരു സുഹൃത്ത് ബന്ധം എന്നതിനുപരി ഒരു ചേച്ചി അനിയൻ പോലുള്ള ബന്ധം അവർ തമ്മിൽ തോന്നാറുണ്ടെന്നാണ് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത്. അനുവിനെ പോലെയുള്ള കുലശ്രീ അമ്മായിക്ക് ആണും പെണ്ണും ഒരുമിച്ച് കിടന്നുറങ്ങുന്നത് കണ്ടാൽ അതേ തോന്നൂ. ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടുന്ന ആളുകളുടെ മനസ്സാണ് കഷ്ടമെന്നും കമന്റുകളുണ്ട്. ഫലത്തിൽ ഈ വിഷയം ഏറ്റവും കൂടുതൽ തിരിച്ചടി ഉണ്ടാക്കാൻ പോകുന്നത് അനുമോൾക്ക് തന്നെയാണ്. വീട്ടിൽ മിക്കവരും ഗ്രൂപ്പായി അനുവിനെതിരെ തിരിയുന്നുവെന്ന പ്രതീതി പ്രേക്ഷകർക്കുണ്ടായിരുന്നു. അതിന്റെ ഒരു സഹതാപ പിന്തുണ അനുവിന് ലഭിച്ചുമിരുന്നു. എന്നാൽ ഇത്രയും മോശമായ വാദം അനുമോളിൽ നിന്ന് പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ജിസയിലും ആര്യനും കിടന്ന രീതിയും ആംഗ്യങ്ങളുമെല്ലാം അനുമോൾ മറ്റു മത്സരാർത്ഥികളുടെ മുന്നിൽ ബെഡ് വിരിച്ചു കിടന്ന് അഭിനയിച്ചു കാണിച്ചു എന്നത് പലരെയും ലജ്ജിപ്പിക്കുന്ന സംഭവമാണ്. അക്ബർ ഇതൊന്നും കാണാൻ പോലും നിന്നില്ല. മാത്രമല്ല ജിഷിന്റെ നിലവാരമില്ലാത്ത സംസാരത്തെയും ജിസേലിനെതിരെയുള്ള അധിക്ഷേപത്തെയും രൂക്ഷമായി വിമർശിച്ചിട്ടുമുണ്ട്. എന്തായാലും വിഷയത്തിൽ മോഹൻലാൽ എന്തു പറയുമെന്നറിയാം.